ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുളകിട്ട മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് നല്ല ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കിയ മീൻ. ഞാൻ ചാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുട്ടയും പലഞ്ഞിനും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളി ഒരു കൈപ്പിടിയോളം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ചതച്ച് വെച്ചു. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു. മീൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 3 മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആ പച്ചമുളകും ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റുക. പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. മുളകിട്ട മീൻ കറിയിൽ മുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്, പ്രത്യേകിച്ച് കാശ്മീരി മുളക് നല്ല കളർ കിട്ടാനാണ്. മഞ്ഞൾപ്പൊടി അധികം ചേർത്താൽ കളർ മാറിപ്പോവും. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഞാൻ ചേർക്കാറുണ്ട്. പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ കുതിർന്ന് പുളി സോഫ്റ്റായി കഴിയുമ്പോൾ ആ വെള്ളവും പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കുറച്ച് വേപ്പിലയും ഇട്ട് നന്നായിട്ട് നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആദ്യം ആ ഉപ്പൊന്ന് പിടിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. പിന്നെ ചട്ടി ചുറ്റിച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് ചെറുതീയിൽ നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായിട്ടുള്ള കുടംപുളി ഇട്ട നല്ല എരിവുള്ള ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ചാളക്കറിയും പിന്നെ പച്ചക്കറിയായിട്ട് പച്ചക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. നല്ല ചൂട് ചോറും നല്ല വറ്റി നല്ല പുളിയും എരിവെല്ലാം പിടിച്ച കുടംപുളിയിട്ട മീൻകറിയും പച്ചക്ക മെഴുക്ക് പുരട്ടിയും, പച്ചക്കയും പരിപ്പും കൂടി ചേർത്തൊരു മെഴുക്ക് പുരട്ടിയാണ്. ആ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.